2011 ജൂണിലാണ് സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ 7 സംഘം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറകൾ തുറന്ന് പരിശോധിക്കാനുള്ള ദൗത്യം ആരംഭിച്ചത്. പരിശോധക സംഘത്തിന്റെ കണ്ണുകൾക്ക് മുൻപിൽ തെളിഞ്ഞത് വിലമതിക്കാനാകാത്ത നിധിശേഖരമായിരുന്നു. അതിശയിപ്പിച്ച സ്വർണത്തിളക്കം, ആയിരക്കണക്കിന് സ്വർണമാലകൾ, എണ്ണിയാൽ ഒടുങ്ങാത്ത രത്നങ്ങൾ പതിച്ച കിരീടം, അങ്ങനെ വിലമതിക്കാനാകാത്ത ശേഖരം. എ മുതൽ എഫ് വരെയുള്ള 6 നിലവറകളാണ് ശ്രീ പത്മനാഭന്റെ ശ്രീകോവിലിന് ചുറ്റുമായുള്ളത്. ഇതിൽ ഇ, എഫ് നിലവറകളിൽ നിത്യപൂജയ്ക്കുള്ള സാമഗ്രികളാണ്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് എല്ലാ ദിവസവും ഇത് തുറക്കാറുണ്ട്. സി, ഡി നിലവറകളിൽ വിശേഷ അവസരങ്ങളിൽ ആവശ്യമുള്ളവയാണ്. കോടതി ഉത്തരവിനെ തുടർന്ന് എ നിലവറ തുറന്നു. ഈ നിലവറ ഇതുവരെ തുറന്നിട്ടുമില്ല. ഗർഭഗൃഹത്തിന്റെ തെക്ക് പുറം ചുറ്റിലാണ് എ നിലവറ സ്ഥിതി ചെയ്യുന്നത്. നിലത്തെ കരിങ്കൽപ്പാളികൾ മാറ്റിയാണ് നിലവറക്കുള്ളിൽ കടക്കുന്നത്. നിലവറ തുറക്കുമ്പോൾ ആദ്യം അറയുടെ നേരെ കാണുന്നത് 2 അടിയോളം പൊക്കത്തിൽ കരിങ്കലിൽ കൊത്തിയ സർപ്പരൂപമാണ്. 16 തടിപ്പെട്ടികളും ചാക്കുകളും അതിനുള്ളിലുണ്ട്. ഇവയിലായിരുന്നു സ്വർണ്ണാഭരണങ്ങളും രത്നക്കല്ലുകളും പതക്കങ്ങളും. വൈഡൂര്യം ഉൾപ്പെടെയുള്ള രത്നങ്ങൾ പതിപ്പിച്ച 1.5 അടി പൊക്കമുള്ള കിരീടവുമൊക്കെയാണ് എ നിലവറയിൽ കണ്ടത്. ഇതുവരെയും തുറന്നു പരിശോധിക്കാത്ത ബി നിലവറ ഭരതക്കോണിലാണ്. ഈ നിലവറ തുറക്കാൻ കഠിനമായി ശ്രമിച്ചെങ്കിലും നടന്നില്ല. 2011 ഇതിന്റെ 2ാം വാതിൽ തുറക്കാൻ ശ്രമിക്കുമ്പോൾ ജസ്റ്റിസ് CS രാജന്റെ കാല് മുറിഞ്ഞ് നിലവറയിൽ രക്തം വീണു. അതോടെ നിലവറ തുറക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ചു. നിലവറ തുറക്കുന്നതിൽ ചില വിശ്വാസങ്ങൾ കൂടി പരിഗണിക്കണമെന്ന അഭിപ്രായം കണക്കിലെടുത്ത് ഇനിയൊരു ഉത്തരവുണ്ടാകും വരെ ബി നിലവറ തുറക്കേണ്ടെന്ന് സുപ്രീം കോടതി വിധിച്ചു. സി നിലവറ വ്യാസക്കോണിലാണ്. സ്വർണദണ്ഡ്, ഭഗവാന് ചാർത്താനുള്ള ആഭരണങ്ങൾ, സ്വർണക്കുടകൾ, കാണിക്കയായിടുന്ന നാണയങ്ങൾ തുടങ്ങിയവയൊക്കെ തടിപ്പെട്ടികൾ അവിടെ അടുക്കി വെച്ചിരിക്കുന്നു. വ്യാസഭഗവാന്റെ പിന്നിലാണ് ഡി നിലവറ. പ്രത്യേക ദിവസങ്ങളിലും ഉത്സവത്തിനും ഉപയോഗിക്കുന്ന ഗരുഡ വാഹനങ്ങളുടെ അലങ്കാര സാധനങ്ങളാണിവിടെ. തെക്കീടം എന്നറിയപ്പെടുന്ന നരസിംഹമൂർത്തിയുടെ നിത്യപൂജയ്ക്കുള്ള സാമഗ്രികളാണ് ഈ എന്ന നിലവറയിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ശ്രീ പത്മനാഭന്റെ നിത്യപൂജയ്ക്കുള്ള സാമഗ്രികളാണ് എഫ് നിലവറയിൽ. ശ്രീ പത്മനാഭന്റെ 3 വിഗ്രഹങ്ങളാണ് നിത്യപൂജയ്ക്കുള്ളത്. അനന്തശയനനായ ശ്രീ പത്മനാഭൻ, അഭിഷേക വിഗ്രഹം, പിന്നെ ശീവേലി വിഗ്രഹം. ഇവ 3നും നിത്യേനയുള്ള പൂജയ്ക്ക് ആവശ്യമായ ആഭരണങ്ങളും പൂജാദ്രവ്യങ്ങളുമാണിവിടെ. ഇന്നു മുതലാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സമ്പത്ത് നിലവറകളിൽ സൂക്ഷിക്കാൻ തുടങ്ങിയതെന്നതിന് മതിലകം രേഖകളിൽ ഉത്തരമുണ്ട്. 14ാം നൂറ്റാണ്ടിന് മുമ്പ് തന്നെ നിലവറയും ഉണ്ടായിരുന്നതായി മതിലകം രേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു. ലോകത്തെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രങ്ങളുടെ പട്ടികയെടുത്താൽ അതിലുണ്ടാകും നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. തുറക്കാനാവാത്ത നിലവറയും കണ്ണഞ്ചിപ്പിക്കുന്ന രത്നങ്ങളും സ്വർണവും നിരവധി ദുരൂഹ കഥകളുമെല്ലാം ചേർന്നതാണ് ക്ഷേത്രത്തിന്റെ പെരുമ. 8ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ചെന്ന് കരുതപ്പെടുന്ന പത്മനാഭസ്വാമി ക്ഷേത്രം ഇന്ത്യയിലെ 108 മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലൊന്നാണ്. അനന്തശയനത്തിലുള്ള മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. 18 അടി നീളം വരുന്ന വിഗ്രഹം. എല്ലാ കാലത്തും ബി നിലവറ തുറക്കുന്നതിന് തിരുവിതാംകൂർ രാജകുടുംബം വലിയ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ബി നിലവറയുടെ കനപ്പെട്ട വാതിലുകൾക്കും പൂട്ടുകൾക്കുമുള്ളിൽ എന്താണുള്ളതെന്ന് ആർക്കും ഇപ്പോഴും അറിയില്ല.